ഹായ് ഗൈസ്, നിങ്ങൾ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ മീൻ കറി വയ്ക്കും, എങ്ങനെ സാമ്പാർ വയ്ക്കും, അങ്ങനെയൊക്കെ. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു സിഗരറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ബീഡി, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ് എങ്ങനെ ഒരു ബീഡി സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നാണ്. ഞാനിവിടെ ജർമ്മനിയിൽ വന്നപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് കണ്ട് ശീലമില്ലാത്തൊരു കാര്യമാണ് സ്വന്തമായിട്ട് എങ്ങനെ ബീഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സ്വന്തമായിട്ട് നമുക്കെങ്ങനെ ബീഡി ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ആദ്യം കാണിച്ച പാക്കറ്റിനകത്താണ് ഈ ടൊബാക്കോ, നമ്മുടെ എന്താ പറയുക, പുകയില വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചതാണ് അതിൻ്റെ ഫിൽറ്റർ, നമ്മുടെ സിഗരറ്റിൻ്റെ തുമ്പത്തിരിക്കുന്ന ഫിൽറ്ററാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചത്. ഇത് കാർട്ടൂണിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഡോയിച്ചിലായിരിക്കും, ജർമ്മൻ ഭാഷയിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിഗരറ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു മെഷീൻ, ആ കാണുന്ന മെഷീനകത്ത് ഈ പറയുന്ന പുകയില നിറയ്ക്കും. പുകയില നിറച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക, അതിൻ്റെ OCB പേപ്പർ, നമ്മളെ നാട്ടിൽ OCB എന്ന് പറയും, ഇവിടെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, നമുക്കത് കാണാം. നമ്മുടെ അമ്മമാരൊക്കെ പറയും ഒരു അരിമണി പോലും കളയരുതെന്ന്. ഇവിടെ ആ പുള്ളി ചെയ്തത് കണ്ടോ, ഒരു ടൊബാക്കോ പോലും കളയുന്നില്ല, അതെല്ലാം നുള്ളിപ്പറക്കി എടുത്ത് അതിനകത്തിടുക. മനസ്സിലായോ? അതാണ് ഗൈസ്. അങ്ങനെ ആ പുള്ളി ആദ്യത്തെ സിഗരറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, പുള്ളി ആദ്യം ആ ഫിൽറ്റർ എടുത്ത് വെച്ചു, അതിനുശേഷം പുകയില ഇടുന്നു, അതിനുശേഷമാണ് പുള്ളി ആ പേപ്പർ, ആ OCB പേപ്പർ വയ്ക്കുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ്. ഒരു സിഗരറ്റ് ഉണ്ടാക്കുന്നതാണ് ഇത്, നമുക്കൊരു പുതുമയായിരിക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. ഇത് ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം. ഗൈസ്, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ്, ഒരു സിഗരറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് നമ്മുടെ ഫിൽറ്ററും പേപ്പറും ആ കവറിങ്ങും മേടിക്കാൻ കിട്ടും, റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നു. അതിനുശേഷം ഇതിനകത്ത് ടൊബാക്കോ നിറയ്ക്കാനായിട്ട് നമ്മളൊരു മെഷീൻ യൂസ് ചെയ്ത് നിറയ്ക്കുന്നു. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം ഈ മെഷീനകത്ത് ടൊബാക്കോ നിറയ്ക്കുന്നു. ഇത് വളരെ എളുപ്പമാണ്, മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ നേരെ മറിച്ച് ഒരു പാക്കറ്റ് സിഗരറ്റ് നമ്മൾ നാട്ടിൽ മേടിക്കും പോലെ തന്നെ മേടിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് 10 യൂറോന് മേളിലോട്ട് കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ അത്ര റേറ്റ് ആവില്ല, നല്ല കുറവാണ്, മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കണ്ടോ, അങ്ങനെ ഒരു സിഗരറ്റ് ഉണ്ടാക്കി പുള്ളി നിമിഷ നേരം കൊണ്ട് ഓരോ സിഗരറ്റ് ഉണ്ടാക്കുന്നത്. പുള്ളി വല്ല കമ്പനിയൊക്കെ തുടങ്ങിയിരുന്നു കഴിഞ്ഞാൽ പുള്ളി കുറേ കോടികൾ ഉണ്ടാക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് ആരും മറക്കണ്ട, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതുകൊണ്ട് നമ്മൾ പുകയിലയും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ഒരു പുതുമ ആയതുകൊണ്ട് മാത്രമാണ്.